മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവ പെരിയാർ ടൈഗർ റിസർവ് ഉൾവനത്തിൽ നിന്നും ജനവാസ മേഖലയിലേക്കെത്തി. പെരിയാർ തങ്കമല മാട്ടുപ്പെട്ടി ഡിവിഷൻ ഭാഗത്താണ് ഇപ്പോൾ കടുവ ഉള്ളത്. വനംവകുപ്പ് തീവ്രമായി തന്നെ നിരീക്ഷണം നടത്തി വരികയാണ്. സ്ഥലത്ത് കൂട് സ്ഥാപിച്ച കടുവയെ പിടികൂടാനുള്ള നടപടികൾ ആരംഭിച്ചു. പീരുമേട് ലൈവ് ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. തിരുവാതിര, കൈകൊട്ടിക്കളി, കോൽകളി, തീം ഡാൻസ് എന്നിവയുടെ ഉത്സവ പരിപാടികൾ ആഘോഷമാക്കാൻ നാട്യമയൂഖം നൃത്തകലാക്ഷേത്രം പാമ്പനാർ. ഈ മാസം 2-ാം തീയതിയാണ് മൂന്നാർ ജനവാസ മേഖലയിൽ ഭീതി പടർത്തിയ കടുവയെ പെരിയാർ ടൈഗർ റിസർവിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടത്. കടുവയുടെ നീക്കങ്ങൾ അറിയുന്നതിനായി റേഡിയോ കോളർ ഘടിപ്പിച്ചാണ് കടുവയെ തുറന്നുവിട്ടത്. 10 പേരടങ്ങുന്ന ഫോറസ്റ്റ് ഉദ്യോഗസ്ഥ സംഘം കഴിഞ്ഞ 3 ആഴ്ചകളായി കടുവയുടെ നീക്കങ്ങൾ നിരീക്ഷിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇന്നലെ രാത്രി 11 മണിയോടുകൂടി തങ്കമല ജനവാസ മേഖലയിൽ സ്ഥാപിച്ചിട്ടുള്ള ഫെൻസിംഗ് വേലി കടന്നതായി സിഗ്നൽ ലഭിച്ചത്. തുടർന്ന് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നേതൃത്വത്തിലുള്ള സംഘം ഇവിടെ എത്തുകയും സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുകയും കടുവയെ നിരീക്ഷിച്ചു വരികയും ചെയ്യുകയാണ്. ഇപ്പോൾ കടുവ ജനവാസ മേഖല കൂടിയായ മാട്ടുപ്പെട്ടി 6-ാം നമ്പർ ഭാഗത്തെ കാടിനുള്ളിലാണ് നിൽക്കുന്നത് എന്ന് ഉദ്യോഗസ്ഥർ പറയുന്നു. ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ചിട്ടുള്ളതിൽ നിന്നും ഏകദേശം 50 മീറ്റർ ചുറ്റളവിൽ തന്നെ കടുവയുണ്ട് എന്നും ജനങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അറിയിക്കുന്നു. രാത്രിയോടുകൂടി കടുവ വീണ്ടും കാട്ടിലേക്ക് തിരിച്ചു കയറുമെന്ന പ്രതീക്ഷയിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഉള്ളത് എന്നും ഇവർ അറിയിച്ചു. ആനയും കടുവായും കരടിയും മറ്റു മൃഗങ്ങളുടെ ശല്യമുള്ള ഒരു മേഖലയായിരുന്നു. കഴിഞ്ഞ ഒരു 6 മാസത്തിന് മുമ്പ് മുതൽ കേരള ഫോറസ്റ്റ് തേക്കടി വള്ളക്കടവ് ഉൾപ്പെടെയുള്ള ഫോറസ്റ്റുകാർ ആ ബുദ്ധിമുട്ടിനെ പരിഹരിക്കാൻ വേണ്ടി ചങ്ങല ഉള്ള എർത്ത് വേലി 96 മുതൽ 62-ാം മൈൽ മുതൽ ഇങ്ങോട്ട് വള്ളക്കടവ് വരെ നിർമ്മിച്ചതിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കുറേ നാളുകളായിട്ട് ആനയും കരടിയും മറ്റ് ശല്യങ്ങളും ഒന്നും കടുവയുടെ ശല്യങ്ങളില്ലായിരുന്നു. ഇപ്പോൾ ബദേൽ പ്ലാന്റേഷൻ്റെ ഒരു 800ഓളം ഏക്കർ സ്ഥലത്ത് 300 ഏക്കർ സ്ഥലം പഞ്ചവേൽ ഭാഗം ഉൾപ്പെടുന്ന ഈ പുതുവേൽ മേഖലയ്ക്ക് ചുറ്റുപാടും കാട് പിടിച്ച് കിടക്കുകയാണ്. ഒരു ആന നിന്നാൽ പോലും വെളിയിൽ കാണാൻ പറ്റാത്ത രീതിയിലുള്ള തേയില വളർന്ന് കാട് പിടിച്ചിരിക്കുന്നു. അതിൻ്റെ പേര് ഈ മൃഗങ്ങൾക്ക് ഇവിടെ വന്ന് ക്യാമ്പ് ചെയ്ത് നാട്ടുകാരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഏർപ്പാട് തുടങ്ങിയിരിക്കുന്നു. ഇന്നലെ കടുവയെ കണ്ടിരിക്കുന്നു. ഈ കടുവയെ മറ്റ് സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്ന് ഇവിടെ വിട്ട കടുവയാണെന്നാണ് പറയുന്നത്. ഇപ്പോൾ ജനങ്ങൾ ഭീതിയോടെയാണ് ഇവിടെ കഴിഞ്ഞുകൂടുന്നത്. ഈ 2 രാത്രിയായി ഇന്നലെ മുതൽ ഇവിടെ തൊട്ടടുത്ത അമ്പലത്തിൽ ഉത്സവം നടക്കുന്നു. വഞ്ചിവേൽ കോളേജിൽ നിന്നും കുട്ടികൾ വണ്ടിപ്പെരിയാർ പോയി വിദ്യാഭ്യാസം ചെയ്യുകയും പ്രായം ചെന്ന ആളുകൾ ഇതിൽ നടന്ന് വണ്ടിപ്പെരിയാർ ടൗണാണ് ഏക ആശ്രയമുള്ളത്. റേഷൻ വാങ്ങണമെങ്കിലും തങ്കമല 4-5 കിലോമീറ്റർ നടന്ന് വേണം പോയി കാര്യങ്ങൾ സാധിക്കുക, റേഷൻ മേടിക്കുവാനും. ഇങ്ങനെയുള്ള ബുദ്ധിമുട്ട് നടക്കുന്നു. 10,000 തൊഴിലാളികളും പണിയെടുക്കുന്ന 19ഓളം പുതുവേലുകാർ താമസിക്കുന്ന മേഖലയാണ്. ഈ മേഖലയിൽ മൃഗങ്ങളുടെ ഭീതി തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇതിനൊരു മാറ്റം വരണമെങ്കിൽ ഈ തേയിലക്കാട് വെട്ടിത്തെളിക്കാനുള്ള നടപടി ഗവൺമെൻറ് അടിയന്തരമായ നടപടി ഉണ്ടാക്കണം. അത് പഞ്ചായത്തായാലും ശരി, കലക്ടറായാലും ശരി, ആരാണ് അതിൻ്റെ അധികാരികളെങ്കിൽ അതിന് എത്രയും പെട്ടെന്ന് ഈ കാട് വെട്ടിത്തെളിക്കാനുള്ള നടപടി ഉണ്ടാകാൻ ആ ബന്ധപ്പെട്ട മാനേജ്മെൻറ്റുമായി നടപടി ഉണ്ടാക്കാനുള്ള തീരുമാനം ഉണ്ടാക്കണം. ഈ നാട്ടിലെ സാധാരണക്കാരായ തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ദൈനംദിനം കൃഷി ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് അവർക്ക് സ്വൈര്യമായി അന്തിയുറങ്ങാനുള്ള ഒരു സൗകര്യം ഗവൺമെൻറ് അടിയന്തരമായി നടപടി ഉണ്ടാക്കി തരണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇതിനിടെ കടുവയുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞ പ്രദേശത്ത് കൂട് സ്ഥാപിച്ച് കടുവയെ വീണ്ടും പിടികൂടാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ. എന്നാൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ കടുവ വളർത്തുമൃഗങ്ങളെയും മറ്റും പിടികൂടുമോ എന്നുള്ള ആശങ്കയും ജനങ്ങളിൽ നിലനിൽക്കുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.